ഹലോ ഹായ് സാലിയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഈ ആറുവരിപ്പാത പുതിയ ആറുവരിപ്പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മഴയാണ്. നമ്മളൊരു 80 സ്പീഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മള് ഏകദേശം 10 മുകളിൽ ആക്സിഡന്റുകൾ നമ്മൾ കണ്ട ആക്സിഡന്റുകളൊക്കെ ഓപ്പോസിറ്റ് ആക്സിഡന്റ് ആയ ശേഷം ഓപ്പോസിറ്റ് ദിശയിൽ വണ്ടി നിൽക്കുന്ന രീതിയിലാണ് കണ്ടത്. നമ്മള് കാരണം പുതിയ റോഡിലേക്ക് മാറുകയാണ് നമ്മളെ ഈ ഭാഗത്തുള്ളവരൊക്കെ. അപ്പൊ അതിനനുസരിച്ച് ഒരു പുതിയ ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലിപ്പോ ഏറ്റവും വലിയ അപകടം ഈ റോട്ടിലുള്ളത് വെള്ളക്കെട്ടുകളാണ്. വെള്ളക്കെട്ടുകൾ കഴിഞ്ഞ ശേഷമാണ് അധിക ആക്സിഡന്റുകളും നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ആക്സിഡന്റിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്പീഡിൽ വണ്ടിയായിട്ട് പോകുമ്പോൾ അത് അൾട്ടോ 800 ആണെങ്കിലും ഇന്നോവ ആണെന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിൽ എത്തുമ്പോൾ നമ്മളെ ടയറും അവിടെയൊക്കെ വെള്ളക്കെട്ടുകളുണ്ട്. ടയറും പിന്നെ റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച് കാണ്ട് വണ്ടി ഡ്രിഫ്റ്റ് ആവുകയാണ്. വണ്ടി ഡ്രിഫ്റ്റ് ആയിട്ടാണ് അവിടെ ഇവിടെ പോയിട്ട് ഇടിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ആഴ്ച വടകര പോയി തിരിച്ചു വരുമ്പോൾ നമ്മളെ വണ്ടി മുമ്പിലുള്ള വണ്ടി തിരിഞ്ഞു നിന്നതിന്റെ ശേഷം ആ ഡ്രൈവറെ കണ്ണിലുള്ള ഭീകരതയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട്. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. അപ്പൊ നമ്മൾ ഇതൊരു അവയർനെസ് ആയിട്ട് കണ്ട് അറിയാത്തവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ വെള്ളക്കെട്ട് ഭയങ്കര അപകടമാണ് ഈ പുതിയ റോട്ടിലുള്ളത്. വെള്ളക്കെട്ട് കഴിഞ്ഞതിന്റെ ശേഷമാണ് ആക്സിഡന്റുകളൊക്കെ ഉള്ളത്. വെള്ളക്കെട്ടിൽ ഡ്രിഫ്റ്റ് ആവുകയാണ്. അപ്പൊ നമ്മളിപ്പോ 2-3 പ്രാവശ്യം പുത്തനത്താണി ഭാഗത്തൊക്കെ മറ്റേ ആംബുലൻസ് ഒക്കെ ആക്സിഡന്റ് ആയത് കണ്ട്. അതൊക്കെ വെള്ളക്കെട്ട് കഴിഞ്ഞതിന്റെ ശേഷം സംഭവിച്ചതാണ്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. ഓക്കെ, ബൈ.